പവർ കിട്ടുന്നില്ല എക്കോ മോഡിൽ. ഒട്ടോ എന്ന് പറയുമ്പം യൂസബിൾ ആയിട്ടുള്ള പവർ നമുക്ക് സിറ്റിയിലോട്ട് ഓടിക്കാം, പക്ഷേ ഹൈവേയിലോട്ട് വരുന്ന സമയത്ത് പവർ കുറച്ച് ലാഗ് പോലെ ഫീൽ ചെയ്യും. എക്കോ മോഡിൽ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ 1000 RPM കയറുകയാണ്. മൈലേജാണ് വണ്ടിയുടെ എന്നെ അമ്പരിപ്പിച്ചൊരു സാധനം. ക്രൂസ് കൺട്രോളൊക്കെ ഈ വണ്ടിക്ക് എത്രത്തോളം ദയവ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു 125cc ആണ്. ആവശ്യത്തിൽ കൂടുതലധികം ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഹീറോ നൽകിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോവുക. ഇപ്പം നിലവിൽ കുറച്ച് കംപ്ലയിൻസും കാരണം പവറിലും കൂടെ ഇട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഡിഫറൻസ്. റോഡ് മോഡ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നതുകൊണ്ട് അത് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഗിയർ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എല്ലാവർക്കും സുഖല്ലേ? സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വരവെന്ന് പറയുന്നത് ഒരു കിടിലൻ മോട്ടോർ സൈക്കിൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ സ്വന്തം എക്സ്ട്രീം 125R. അതായത് ഈ ഒരു വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ ദ മോസ്റ്റ് പ്രാക്ടിക്കൽ സെൻസിബിൾ 125cc സ്പോർട്ടി കമ്മ്യൂട്ടർ. ഇതിന് മുമ്പ് പ്രീമിയം കാറ്റഗറിയിൽ ഡ്യൂക്ക് 125 വന്നെങ്കിലും അതൊരിക്കലും ഒരു ലോജിക്കലി നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 200cc ലെവലിലുള്ള ഓളം വിലയുണ്ട്, എന്നാൽ ഒരു 125 ആ ഒരു റേഞ്ചിലുള്ള പവറാണ്. 160 ലെവലിൽ പവർ ഉണ്ടെങ്കിലും നമുക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു വണ്ടിയുടെ പവറും അതുപോലെ തന്നെ ആ ഒരു പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സംഭവം പ്രീമിയം ക്വാളിറ്റി വണ്ടിയാണ്, പക്ഷേ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് മാറിപ്പോയി. പക്ഷെ അത് കറക്റ്റായിട്ട് ഹീറോ പിടിച്ച് ഇറക്കിക്കുന്നൊരു സാധനമാണ്. ഇതിന് മൈലേജ് ഉണ്ട്, അത്യാവശ്യം പവറുണ്ട്, നല്ല സ്പോർട്ടിയാണ് വണ്ടി, ലുക്കുണ്ട്. എല്ലാത്തിലും ഉപരി വണ്ടി അത്യാവശ്യം എന്താ പറയണ്ടേ ലുക്കും ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വണ്ടി. ഇപ്പം പുതിയ ഈ ഒരു വെർഷനിൽ അത്യാവശ്യം ഒരുപാട് മാറ്റങ്ങൾ ഹീറോ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് പുതിയ അപ്ഡേറ്റ്. എന്തിനാണ് ഇത്രയും ഫീച്ചറെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നമുക്ക് നോക്കാം ഈ ഒരു കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ഈ ഒരു പുതിയ കളർ എന്ന് പറയുന്നത് പച്ചയും ഈ ഒരു ആ ഒരു പച്ചയും ഗ്രേയും അടങ്ങുന്ന ഒരു കളറാണ്. കാണാൻ നല്ലൊരു പ്രീമിയം ഒരു ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വണ്ടി ദൂരെ നിന്ന് വരുന്ന കാണാൻ തന്നെ അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ, സീരിയസ്ലി. അതായത് ഈ ഒരു ഹെഡ് ലാമ്പും ഈ ഒരു DRL ആയിട്ട് ഇങ്ങനെ കത്തിക്കിടന്ന് ഇങ്ങനെ വരുന്നത് കാണുമ്പം ഏതോ വലിയ വണ്ടി വരുന്നൊരു ഫീലാണ്. 125 ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ലോഞ്ചിന് ഞാൻ കഴിഞ്ഞ വർഷം കൊൽക്കത്തയിലായിരുന്നു ഇതിൻ്റെ ലോഞ്ച്. ഞാൻ പോയപ്പം അന്ന് എൻ്റെ കിളി പോയി ഒരെണ്ണം വാങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ ആ ഒരു എന്താ പറയുക ലുക്കും പെർഫോമൻസും അതുപോലെ തന്നെ മൈലേജും എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു കമ്മ്യൂട്ടർ ഈ നമ്മുടെ റൈഡിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയെ കാണാൻ സാധിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിയാമല്ലോ, എനിക്ക് അത്യാവശ്യം വണ്ടികൾ വീട്ടിൽ ഇരിപ്പുണ്ട്. അതെല്ലാം കൊടുത്തിട്ടെടുത്താൽ ഞാൻ ഓക്കെ. അതുമാത്രമല്ല ഇനിയിപ്പോൾ ഒരു അപ്ഗ്രേഡ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. സോ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് നല്ല ലുക്കും പവറും മൈലേജും എല്ലാം കൂടെ ഒത്തിണങ്ങി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ വണ്ടി നോക്കാം. ഇപ്പം ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നേക്കുന്ന പുതിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് റൈഡ് അസിസ്റ്റ് ടെക്നോളജി എന്നൊക്കെ പറയുമെങ്കിലും റൈഡ് ബൈ വയർ കണ്ടില്ലേ, ഭയങ്കര പ്രിസൈസറാണ്. ഇപ്പം നിലവിൽ കേബിളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു സെൻസർ ഉപയോഗിച്ച് ഈ നമ്മുടെ ത്രോട്ടിൽ ബോഡിയിലോട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. ത്രോട്ടിലിൻ്റെ ആ ഒരു അളവനുസരിച്ച് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്ന ത്രോട്ടിലാണ്. നമ്മുടെ ഡ്യൂക്ക് 390ലാണ് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു സംഭവം നമ്മൾ കണ്ടെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും ആ ഒരു സാധനം ഉണ്ട്. ഇപ്പം ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെടെ. അപ്പം ഈ ഒരു വണ്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം നിലവിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഡുവൽ ചാനൽ ABS വരുന്നൊരു മോഡൽ ഈ ഒരു വണ്ടി മാത്രമാണ്. ഹീറോയ്ക്ക് വട്ടായതാണോ അതോ എന്താണെന്നറിയത്തില്ല. റൈഡ് ബൈ വയർ, ക്രൂയിസ് കൺട്രോൾ, ഡുവൽ ചാനൽ ABS, റിവേഴ്സ് LCD, അതായത് കളർ LCD ആണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പഴയ ഒരു ഡിസ്പ്ലേ ഒക്കെ മാറ്റി ഇപ്പം നിലവിൽ ഒരു ഗ്ലാമർ എക്സിലൊക്കെ വന്ന സെയിം സാധനം. പിന്നെ റൈഡിങ് മോഡ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ളൊരു റൈഡിങ് മോഡ്സ് അല്ല, പക്ക ഫങ്ഷണലായിട്ടുള്ള പവർ മോഡിൽ കിടന്നാൽ നല്ല പവർ കിട്ടും. അതുപോലെ തന്നെ റോഡ് മോഡിലിട്ട ABSലൊക്കെ ഒരു വ്യത്യാസം വരും. എക്കോ മോഡിലിട്ടാൽ ഒട്ടും പവറില്ലാത്ത രീതിയിൽ നല്ല എക്കണോമിയിൽ നമുക്ക് വണ്ടി ഓടിക്കാം. എന്തെല്ലാം ഫീച്ചറാണല്ലേ. ജോയ്സ്റ്റിക്ക് മോഡൽ, സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഡുവൽ സീറ്റ് കാര്യങ്ങളൊക്കെ കാണാം. സിംഗിൾ സീറ്റിലും വരുന്നുണ്ട്, സിംഗിൾ ചാനൽ ABSലും വരുന്നുണ്ട് വണ്ടി. പിന്നെ ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രിൻറ്റ് EBT ആയിട്ടുള്ള ഒരു എൻജിനാണ്. ഇതിൻ്റെ സ്പ്രിൻറ്റ് EBTയുടെ ഫുൾ ഫോം ഞാൻ ഡിസ്പ്ലേ കാണിച്ചേക്കാം. അപ്പോൾ അത്യാവശ്യം ഗ്ലാമറി ഇരിക്കുന്ന ആ ഒരു എൻജിനാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഗ്ലാമർ എക്സിൻ്റെ അല്ല, നോർമൽ ഗ്ലാമർ 125 വരുന്ന ആ ഒരു എൻജിനല്ല ഇത്. കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്തേക്കുന്ന ആ ഒരു ക്യാം ഷാഫ്റ്റിലും ആ ഒരു ടൈമിംഗ് ചെയിനിലും അതുപോലെ തന്നെ ഗിയർ റേഷ്യോസിലൊക്കെ ഒരുപാട് ആക്സലറേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോട്ടിങ്ങും
ഫൈൻ ട്യൂൺ ചെയ്തിറക്കുന്ന ഒരു എൻജിനാണ്. സോ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു പെപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസിലൊക്കെ ഉള്ളൊരു ചാട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഒരു നോർമൽ കൺവെൻഷനൽ ഒരു 125cc എൻജിനായിട്ട് എനിക്ക് ഈ ഒരു എൻജിനെ കാണാൻ സാധിക്കത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മിഡ് റേഞ്ച് പെർഫോമൻസ് തരുന്നൊരു കിടിലനൊരു എൻജിൻ. മോണോഷോക്ക് സസ്പെൻഷനാണ്. പിന്നെ ആ ഒരു എക്സോസ്റ്റ് മഫ്ലറും നല്ല രസമുണ്ട് കാണാൻ, നല്ല സൗണ്ടുമാണ് വണ്ടിക്ക്. ഹീറോ ഈ അടുത്തിടയ്ക്ക് അത്യാവശ്യം നല്ല ഭീകരമായിട്ടുള്ള എന്താ പറയുക ഒരു തിരിച്ചുവരവാണ് കാണത്തിരിക്കുന്നത്. എനിക്ക് മെയിനായിട്ട് ഈ ഒരു വണ്ടിയുടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു റിയർ സെക്ഷനാണ്. നമ്മുടെ എക്സ്പൾസിൽ സെയിം റിയർ സെക്ഷൻ തന്നെയാണ്. ഈ വണ്ടിയാണ് ആദ്യമായിട്ട് ഈ ഒരു റിയർ സെക്ഷൻ ഇറക്കിയത്. ഡുവൽ ചാനൽ ABS ഒരു 125cc ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർഫോമൻസ് കാറ്റഗറിയിൽ പെടുത്തിയേക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡുവൽ ചാനൽ ABS കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. കംഫർട്ടബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് പോവാം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ലോങ് റൈഡിൽ എത്രത്തോളം കംഫർട്ടബിൾ ആകും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ ആ ഒരു കോക്പിറ്റ് വ്യൂ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ അൾട്രാ പ്രീമിയമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്ലാസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ LED ഇൻഡിക്കേറ്ററാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫുൾ LED ഇൻഡിക്കേറ്ററാണ്. എന്താ രസമല്ലേ വണ്ടി കാണാൻ. ഒരു സൂപ്പർ ബൈക്ക് ലെവലിലോളം ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ. കിക്ക് സ്റ്റാർട്ട് വരുന്നുണ്ട്. കിക്ക് സ്റ്റാർട്ട് ഒരു FI വണ്ടിയിൽ വേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സാധനം ഞാൻ എൻ്റെ റീൽസിൽ ഇടുന്നുണ്ട്. എൻ്റെ വണ്ടിയിൽ കിക്ക് സ്റ്റാർട്ട് വർക്കിംഗ് അല്ല, സെൽഫ് വർക്കിംഗ് അല്ല, ബാറ്ററി കുറച്ച് ഡൗൺ ആയതുകൊണ്ട്. സോ ഞാൻ കിക്ക് സ്റ്റാർട്ട് ഉപയോഗിച്ചാണ് എൻ്റെ എക്സ്പൾസിൽ സ്റ്റാർട്ടാക്കുന്നത്. അതുകൊണ്ട് FI മോട്ടോർ സൈക്കിൾ കിക്ക് സ്റ്റാർട്ട് വേണ്ട എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ചെറിയൊരു മൈനർ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സെൽഫ് എടുക്കത്തില്ല. സോ അങ്ങനെ എടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ കിക്ക് സ്റ്റാർട്ട് എപ്പോഴും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ. ഇനിയിപ്പോൾ അടുത്ത അപ്ഡേഷനിൽ അവർ USD4 കൊണ്ടുവരേണ്ടതുണ്ട്. ദയവേത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു 125cc ആണ്. ആവശ്യത്തിൽ കൂടുതലധികം ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഹീറോ നൽകിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോവുക. ഇപ്പം നിലവിൽ കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ബിൽഡ് ക്വാളിറ്റി, റിലയബിലിറ്റി ഇഷ്യൂസൊക്കെ. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയെപ്പോലെ വേറൊരു മികച്ച വണ്ടി വേറെ കാണത്തില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ. റൈഡറിനെക്കാട്ടിലും ഏറ്റവും മികച്ചൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടിയെ കാണാൻ സാധിക്കുന്നത്. ലുക്കുണ്ട്, പെർഫോമൻസ് ഉണ്ട്. സോ ബിൽഡ് ക്വാളിറ്റിയിൽ അത്ര വലിയ മാരകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലും എൻജിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വേറെ ലെവലാവും. അപ്പോൾ വണ്ടിയിലോട്ട് കയറി ഇരുന്നപ്പോൾ തന്നെ വണ്ടിയുടെ ആ ഒരു കോക്പിറ്റ് വ്യൂ പ്രീമിയം തന്നെയാണ്. അത് മാരക ലുക്ക് തന്നെയാണ്. പുതിയൊരു സെഗ്മെൻറ്റാണ് ഈ ഒരു സെഗ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഡ്യൂക്ക് 125 വന്നിട്ടുണ്ടെങ്കിലും അത് ഒരു 200ൻ്റെ അതേ ഒരു ബോഡിയിലോട്ട്, അതേ ഒരു ഷാസിയിലോട്ട് ഒരു 125 എടുത്ത് വെച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് വളരെ ഗണ്യമായി കൂടി. ആൾക്കാർക്ക് വേണ്ടത് സംഭവം 125ൽ അത്യാവശ്യം പവർഫുള്ള് തന്നെയാണ്. അത് അത്യാവശ്യം നല്ല മോസ്റ്റ് പവർഫുള്ള് തന്നെ ആയിരുന്നു. ബട്ട് ആൾക്കാർക്ക് വേണ്ടത് 125 ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് ഒരു റിക്വയർമെൻ്റ് ഉണ്ടല്ലോ. അത് ഈ ഒരു വണ്ടിയും റൈഡറും അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയ ഹോണ്ട CB 125 ഒക്കെ നല്ല രീതിയിൽ തന്നെ നീതി പുലർത്തണം. അതിൽ ഏറ്റവും മികച്ച വണ്ടിയായിട്ട് എനിക്ക് ഓൺ സ്പെക്ക് ഓൺ റൈഡിങ്ങിൽ എനിക്ക് തോന്നിയ ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ സീറ്റ് ഹൈറ്റൊക്കെ അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു രീതി തന്നെ ഉണ്ട്. ടാങ്കൊക്കെ ഒരു ബിഗ് ബൈക്ക് ഫീൽ തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ് തന്നെയാണ്. പിന്നെ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ചലഞ്ച് ദ എക്സ്ട്രീം എന്നിങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ എഴുതി വരും. ഒരു കളർ LCD ആണ്, TFT ഒന്നുമല്ല. പിന്നെ സ്വിച്ചൊക്കെ നമ്മുടെ എക്സ്പൾസ് 204 കണ്ട സെയിം സാധനം തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ക്രൂയിസ് കൺട്രോൾ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്ന ഒരു ടോഗിളുണ്ട്. റൈഡിങ് മോഡ് മാറ്റാനുള്ള സാധനം, പവർ, ഞാൻ എക്കോയിലിട്ടിട്ട് ഇതിൻ്റെ ആക്സലറേഷൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പവറിലിട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ആക്സലറേഷൻ്റെ ആ ഒരു സംഭവം. പിന്നെ നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കാം. ഗിയർ ബോക്സ് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അന്ന് ഞാൻ കൊൽക്കത്തയിൽ പോയി ഓടിച്ചപ്പോൾ അത്രയും ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്തതെന്തോ ഈ ഒരു വണ്ടിയുടെ മാത്രം ആയിരിക്കണം. അൺവാണ്ടഡ് നോയ്സ് ഇച്ചിരി കൂടുതലുണ്ട് എൻജിൻ്റെ ഭാഗത്തുനിന്ന്. അവർ പറയുന്നത് NVH ലെവൽ പരമാവധി കുറയ്ക്കാൻ വേണ്ടി, എൻജിൻ സ്മൂത്തർ റിഫൈൻഡ് ആക്കാൻ വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്തൊരു എൻജിനാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞാനന്ന് പോയപ്പോൾ അവരുടെ ആ ഒരു എക്സ്പ്ലനേഷനൊക്കെ എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. ഇതിപ്പോൾ റൈഡ് ബൈ വയറാണ്, ഭയങ്കര പ്രിസൈസറാണ് കേട്ടോ. ജസ്റ്റ് തൊടുമ്പോൾ തന്നെ RPM കയറുകയാണ്. സോ നമുക്കെന്തായാലും വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് എക്കോയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് നോക്കാം.
കണ്ടോ, വണ്ടിക്ക് അങ്ങോട്ട് വലിഞ്ഞ് കയറുന്നില്ല. കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് പവറിലും കൂടി ഇട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഡിഫറൻസ്. റോഡ് മോഡ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നതുകൊണ്ട് അത് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഗിയർ ഉണ്ട്, ഉണ്ടോ ഫ്രണ്ട്, നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി. പവർ മോഡിൽ നല്ല റെസ്പോൺസ് ഉണ്ട് വണ്ടിക്ക്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ റൈഡ് ബൈവറും കൂടെ നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ല ഷാർപ്പ് റെസ്പോൺസ് തന്നെയാണ്. വൈഡർ ടയറാണ് ബാക്കിലും ഫ്രണ്ടിലൊക്കെ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല കോർണറിങ് ഒക്കെ നല്ല ഈസി ആയിട്ട് എടുക്കാം. ടയറിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, നോർമൽ ബഡ്ജറ്റ് ടയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വരുന്നത്. നാലാമത്തെ ഗിയറിൽ ലോ സ്പീഡിലൊക്കെ അത്യാവശ്യം വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. റിഫൈൻമെൻ്റ് ഉണ്ട്, ബട്ട് എൻജിൻ ക്വാളിറ്റിയിലാണ് നമുക്കൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുക മറ്റുള്ള ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ബട്ട് മറ്റുള്ള ബ്രാൻഡുള്ള വണ്ടികളിൽ നിന്നും കിട്ടാത്തൊരു സാധനം ഈ ഒരു വണ്ടിയുടെ ആക്സലറേഷനിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നല്ല പഞ്ച് പെർഫോമൻസാണ് വണ്ടിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അതുമാത്രമല്ല മീറ്ററിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ എക്കണോമി 56 മൈലേജ് അത് മീറ്ററിൽ കാണിക്കുന്നുണ്ട്, 66 കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ റിയൽ ടൈം ഫ്യൂൽ എക്കണോമി, റേഞ്ച് കാണിക്കും, ഡേറ്റ് കാണിക്കും, ക്ലോക്ക് കാണിക്കും, ഓഡോമീറ്റർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. ബാക്ക് വീല് ലോക്കാകുന്നുണ്ട് ചെറിയ രീതിയിൽ, അത് സ്പീഡോമീറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്, അതുകൊണ്ടാണ്. ഫ്രണ്ട് ബ്രേക്കും അത്യാവശ്യം ബൈറ്റൊക്കെ കുറവാണ്, ബട്ട് സ്റ്റോപ്പിംഗ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ മെയിനായിട്ടും ഈ ഒരു വണ്ടിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ഫാൻസി വണ്ടിയായിട്ടാണ്. ഫീച്ചറിൻ്റെ കാര്യത്തിൽ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. ഒരു 110 വരെയൊക്കെ മാക്സിമം ഈ ഒരു വണ്ടി കയറും, അല്ലെങ്കിൽ ഒരു 115 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഹൈവേ കൂടെ ഒക്കെ ഒരു ഈസി ആയിട്ട് എഫേർട്ട്ലെസ്സിലായിട്ട് ഒരു 70-75 എന്തായാലും ക്രൂസ് ചെയ്യാൻ സാധിക്കും. മൈലേജാണ് വണ്ടിയുടെ എന്നെ അമ്പരിപ്പിച്ചൊരു സാധനം. ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും 66 കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ. അതുപോലെ തന്നെ എന്തായാലും കൺഫേം ആയിട്ട് ഒരു 50+ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കിട്ടും. ഒരു റൈഡിങ് പൊസിഷനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പൊടിക്ക് സ്പോർട്ട്നെസ് ഫുഡ് പാക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, പക്ഷേ നമ്മുടെ റൈഡിങ് സ്റ്റാൻസ് അത്ര അഗ്രസീവ് ഒന്നും അല്ല. ഈ ഒരു ഏരിയ ഇച്ചിരി ഡേഞ്ചറാണ്. ഈ ആലപ്പുഴയുള്ള ആർക്കെങ്കിലും ഇതെന്തോ ഇത് ഗിയർ ബോക്സ് നല്ല ടൈറ്റാണ് ഈ ഒരു വണ്ടിക്ക് അത് എനിക്ക് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് ഓടിച്ചപ്പോഴൊന്നും ഇത്രയും ടൈറ്റ്നെസ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഈ ഒരു വണ്ടിക്ക് വരണം. അത് ആ റൈഡബിലിറ്റിയുടെ കാര്യത്തിലല്ല, ചില ഏരിയാസിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വണ്ടിയുടെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ, പിന്നെ എൻജിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ കുറച്ചും കൂടെ അവർ വ്യത്യാസം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പവറിൻ്റെ കാര്യത്തിലൊന്നും വേണ്ട കേട്ടോ, പവറൊക്കെ വേറെ ലെവലാണ്. കിഡിലൻ എൻജിൻ എന്ന് പറയുമ്പോൾ പവർ കണ്ടില്ലേ, വലിച്ചു കുറച്ചങ്ങ് പോവുകയാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. 200cc 150cc ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ 125 മറ്റേ റൈഡറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക്. പിന്നെ എക്കോ മോഡിലൊക്കെ ഇട്ട് ഓടിച്ചാൽ മാക്സിമം മൈലേജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒട്ടും പവർ കിട്ടുന്നില്ല എക്കോ മോഡിൽ. ഒട്ടും എന്ന് പറയുമ്പം യൂസബിൾ ആയിട്ടുള്ള പവർ നമുക്ക് സിറ്റിയിലോട്ട് ഓടിക്കാം, പക്ഷേ ഹൈവേയിലോട്ട് വരുന്ന സമയത്ത് പവർ കുറച്ച് ലാഗ് പോലെ ഫീൽ ചെയ്യും എക്കോ മോഡിൽ. ആണല്ലേ, സെക്കൻഡ് ഗിയറിൽ തന്നെ നമ്മൾ ഒരുപാട് വലിപ്പിക്കേണ്ട ഒരു ഫീല് വരുന്നുണ്ട്. ആര് ഈ ഒരു വണ്ടി വാങ്ങണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തീർച്ചയായിട്ടും അതിനൊരു ഒറ്റ ഉത്തരവുണ്ട്. ബിക്കോസ് നിങ്ങളിപ്പോൾ ഒരു ഡെയിലി കമ്മ്യൂട്ടറാണ്, നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഡെയിലി ഒരു 50 കിലോമീറ്റർ ഓടിക്കണം. നിങ്ങൾ സാധാരണ ഒരു അമ്മാവൻ ടൈപ്പ് ഒരു കമ്മ്യൂട്ടർ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അത് കുറച്ച് സ്പോർട്ട്നെസ്സൊക്കെ വേണം. 125 എന്ത് സ്പോർട്ട്നെസ് കൊടുക്കാനല്ലേ പറ്റും. ഈ വണ്ടി തെളിയിച്ചിരിക്കുകയാണ്. ഈ ഒരു വണ്ടിയുടെ ലുക്ക് ഇറ്റ്സ് ലൈക്ക് ഒരു 200cc ഒക്കെ പോലെ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഫീച്ചർ കൊണ്ടും ഒരു 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 മാസ്റ്റർ പീസ് തന്നെയാണ്. ഒരു ഡുവൽ ചാനൽ ABS ഡുവൽ ഡിസ്ക്
പിന്നെ ഇത്രയും സ്പോർട്ട്നെസ് വേണ്ട, കുറച്ച് കംഫർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ സീറ്റും അവൈലബിൾ ആണ്. എങ്ങനെ പോയാലും ഒരു 1:30 താഴെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു യൂത്തിൻ്റെ നീഡ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പ്രാക്ടിക്കലാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പ്രാക്ടിക്കലാണ്. നിങ്ങളിപ്പോൾ ഒരു 390 ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 300cc ലെവലിലോളം ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടികളുണ്ട്, എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഡെയിലി റൈഡ് നിങ്ങൾക്ക് എൻജോയബിൾ ആക്കണം, കുറച്ച് നല്ല അഗ്രസീവായിട്ടുള്ള ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതിലൊരു തർക്കവും വേണ്ട. കംഫർട്ടബിളാണ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ഓപ്ഷൻ ഉണ്ട്. അതിലും കംഫർട്ടബിൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലാമർ എക്സ് വരുന്നുണ്ട്. ഗ്ലാമർ എക്സ് ഞാൻ അറിഞ്ഞിടത്തോളം ഇത് അടുത്ത റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതാണ്. ഗ്ലാമർ എക്സ് മാക്സിമം നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയായിട്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ഈ എക്കോ മോഡൊക്കെ കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. പവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞഴഞ്ഞ് പോകുന്നൊരു ഫീല്. എങ്ങനെ ഓടിച്ചാലും ഒരു 60 മൈലേജ് കിട്ടാൻ വേണ്ടി ട്യൂൺ ചെയ്തിരിക്കുന്നൊരു ട്യൂണിങ്ങാണ് എക്കണോ മോഡിൽ. സ്പോർട്ട് മോഡിലോട്ട് പോകുന്ന സമയത്ത് അതെ കഥ മാറി, വണ്ടി കയറുകയാണ്. ഇനി വണ്ടി കയറും. പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നു. ക്രൂയിസ് കൺട്രോളൊക്കെ ഈ വണ്ടിക്ക് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇതുപോലുള്ള റോഡുകളിൽ ഒരു കമ്മ്യൂട്ടർ ലെവലിൽ പ്ലേസ് ചെയ്തിരിക്കുന്നൊരു വണ്ടിക്ക് ക്രൂയിസ് കൺട്രോൾ എത്രത്തോളം നല്ലതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇനിയിപ്പോൾ റോഡൊക്കെ പണി തീരുമ്പോഴത്തേക്കും ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ബ്രൗഷറൊക്കെ കുറച്ച് റിച്ച് ആക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പം ബെറ്റർ ആയിട്ടുണ്ട് ഹീറോയുടെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹീറോയുടെ എന്നല്ല, എല്ലാ വണ്ടികളും ഇപ്പം സർവീസിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഒന്നൊരു 10% ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സർവീസാണല്ലോ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലേ, എനിക്കിഷ്ടപ്പെട്ടയും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ റോ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ പറ്റി എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. സോ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.